ഇന്ന് രാത്രി അല്പസമയം നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇടക്കിലേക്ക് പോവുകയാണ്. ഗായക സംഘത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ദൈവത്തിൻ്റെ നിയോഗമുണ്ടായ ഒരു വചനവും ഒരു സന്ദേശവുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടാൻ പോകുന്നത്. റോമാലേഖനം 14 അധ്യായം അതിൻ്റെ 9 വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് നിയോഗമുള്ളത്. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 9 വാക്യം ഒരാൾ വായിക്കാമോ? ആ പ്രയോഗം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ദൈവം എന്നീ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിന് സഹായം ചെയ്യുന്ന നാട്ടുകാരിൽ ചിലരും, എല്ലാവരും ഇതിന് സഹായികളാണ്, എങ്കിലും സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ചില ആളുകളിലൂടെ വന്നു എന്ന് കേട്ടു. നിങ്ങളെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എല്ലാവർക്കും കർത്താവാകേണ്ടത്. രാത്രി എനിക്ക് പ്രസംഗിക്കുകയാണത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗം യേശു ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി പറയാൻ എനിക്ക് ദൈവിക പ്രേരണയുണ്ട്. അപ്പോസ്തലന്മാർ ആദിമ നൂറ്റാണ്ടിൽ പ്രസംഗിച്ച ഒരു കാര്യം, തറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യം, യേശു തന്നെ ക്രിസ്തു. അതായത് അന്നത്തെ പ്രസംഗത്തിൻ്റെ കേന്ദ്ര സന്ദേശം. പത്രോസ് അപ്പോസ്തലൻ ആളുകൾക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വണ്ണം പ്രസംഗം സ്ഥാപിച്ചു, വചനം സ്ഥാപിച്ച പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ ഭാഗം, ഈ ഒരാശയം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വലിയ വേദശാസ്ത്രിയായിരുന്നു, പഴയ നിയമ പണ്ഡിതനായിരുന്നു. തൻ്റെ പൂർവിക വിശ്വാസം അനുസരിച്ച് യേശുവിനെ ക്രിസ്തു എന്നോ കർത്താവെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അവരെ അടിക്കും, അവരെ ഉപദ്രവിക്കും, അവരെ റോഡിൽ കൂടെ വലിച്ചഴിക്കും, അവരെ പോലീസ് കൊണ്ടേൽപ്പിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. യേശുവിനെ ഒരു മനുഷ്യനായി പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല. അതേസമയം യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അവരർത്ഥമാക്കുന്നത് യേശു മശീഹയാണ്, യേശു ദൈവമാണ് എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്പം അങ്ങനെ പറയുന്നതിന് പരമവിരോധിയായിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അദ്ദേഹം അറിഞ്ഞ, അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്ന ന്യായപ്രമാണം, പഴയ നിയമം മൊത്തം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ എന്നാണ് താൻ അറിഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വേദപുസ്തകം നല്ലപോലെ അറിയാവുന്ന മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യനെ ഒരു ദിവസം ഒരു വെളിപ്പാട് രൂപാന്തരപ്പെടുത്തി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു വെളിപ്പാട് ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി. തൻ്റെ ശാസ്ത്രം മാറ്റി, തൻ്റെ ജീവിത രീതി മാറ്റി, മൊത്തം തന്നെ രൂപാന്തരപ്പെടുത്തിയത് ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട്
യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടായിരുന്നു. പട്ടാപ്പകൽ ഇങ്ങനെ യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്ന ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ളവരെയും പിടിച്ചുകെട്ടി പോലീസിലേൽപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ വെളിച്ചം തന്നെ ചുറ്റിമിനി. നാം അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സാക്ഷ്യം അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്നൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി, കണ്ണും പൊട്ടി താഴെ വീണു. അതിനെ തുടർന്ന് കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നു. തന്നോട് ചോദിക്കുന്നു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നു, അങ്ങ് ആരാണ്? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാണ്. അതൊരു വെളിപ്പാടായിരുന്നു. വെളിപ്പാട് എന്ന് പറയുമ്പോൾ നേരിട്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട വെളിപ്പാട് അല്ല, സാധാരണ സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ ഉണ്ടായ വെളിപ്പാടല്ല അദ്ദേഹത്തിനുണ്ടായത്. ആ വെളിപ്പാട് കിട്ടിയ ശേഷം തിരുവെഴുത്തുകളെ അദ്ദേഹം പരിശോധിച്ച് നോക്കിയപ്പോൾ പണ്ടത്തെ വ്യാഖ്യാനമല്ല തനിക്കുണ്ടായത്. വേറെ ആരും പറഞ്ഞു കൊടുത്തതല്ല. താൻ കണ്ട തിരുവെഴുത്തുകൾ, താൻ പണ്ടറിഞ്ഞിട്ടുള്ള തിരുവെഴുത്തുകൾ, വ്യാഖ്യാനിച്ചിട്ടുള്ള തിരുവെഴുത്തുകൾക്ക് വേറെ വ്യാഖ്യാനമുണ്ടായി. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അദ്ദേഹം പറയുന്ന ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ആ വേദശാസ്ത്രം മൊത്തം മാറിയ പൗലോസ് പിന്നീട് ഈ യഹൂദ വേദപണ്ഡിതന്മാരോട് തറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്, യേശു ക്രിസ്തുവാണ്, യേശു ദൈവമാണ്, യേശു കർത്താവാണ്. വലിയ ഇദ്ദേഹം തന്നെ വേദപണ്ഡിതനായിരുന്നു. വലിയ വേദപണ്ഡിതന്മാർക്ക് തെളിവ് കൊണ്ടുവന്ന് ജയിക്കാൻ പറ്റാതെ വണ്ണം സമർത്ഥിച്ച ഒരു കാര്യം. കേവലം സമർത്ഥിച്ചതല്ല, അനുഭവങ്ങളിലൂടെ വെളിപ്പെട്ട ഒരു സത്യം. ഞാൻ പറഞ്ഞല്ലോ, ആദിമസഭ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗമാണ് യേശു തന്നെ ക്രിസ്തു, യേശുവാണ് കർത്താവ്. വായിച്ച വാക്യം, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് കർത്താവാകാൻ. ആ വാക്കിനെയാണ് ഇന്ന് രാത്രി എനിക്കൊന്ന് വിശദീകരിക്കാനുള്ളത്. മലയാള വേദപുസ്തകത്തിൽ ഏതാണ്ട് 370 പ്രാവശ്യം കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം ഒഴികെ ബാക്കി 368 പ്രാവശ്യവും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് കർത്താവ് എന്ന വാക്ക്. സാധാരണഗതിയിൽ കർത്താവെന്ന് ഉപയോഗിച്ചാൽ ആ കൃത്യവാക്കിൻ്റെ സാധാരണ അർത്ഥം അധിപതി, മാസ്റ്റർ, യജമാനൻ എന്നൊക്കെ ആ വാക്കിന് സാധാരണ അർത്ഥം ഉള്ളൂ. എന്നാൽ വേദപുസ്തകം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥത്തിലല്ല. നമ്മൾ 2 വാക്യങ്ങളിൽ മാത്രം ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മോശയെ സംബന്ധിച്ച് പറയും. മോശയോട് ആളുകൾ, ഇസ്രായേൽ ജനം പറഞ്ഞ വാക്കാണ് ആ 2. ബാക്കി എല്ലാ ഭാഗങ്ങളിലും ദൈവത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം
യഹോവയായ കർത്താവ് എന്നാണ് മിക്കപ്പോഴും. യഹോവയായ കർത്താവ്. യഹോവ എന്നുള്ളത് സത്യദൈവത്തിൻ്റെ ഔദ്യോഗിക നാമമായിട്ടാണ് പഴയ നിയമം പറയുന്നത്. ദൈവം എന്ന പൊതുസംജ്ഞയല്ല. ദൈവം എന്ന് മനുഷ്യൻ വിളിക്കുന്ന പലതുണ്ട്. പക്ഷേ യഹോവ എന്ന നാമം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ, സകലത്തെയും ഭരിക്കുന്ന, ജീവനുള്ള, സർവശക്തിയുള്ള, നിത്യനായ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ ദൈവത്തിൻ്റെ പ്രോപ്പർ നെയിം, യഥാർത്ഥ നാമമായി വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന വാക്കാണ് യഹോവ എന്ന പ്രയോഗം. ആ യഹോവയായ കർത്താവെന്നാണ് ഈ വാക്കുകൊണ്ട്, കർത്താവെന്ന വാക്കുകൊണ്ട് വേദപുസ്തകം മുഴുവനും ചൂണ്ടിക്കാണിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ച് മലയാളക്കരയിൽ ആളുകൾ വ്യാപകമായി കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും യേശുവിനെക്കുറിച്ച് ആളുകൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. യേശുവിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട്. എന്നാൽ വളരെ പുരാതനമേ സുവിശേഷമെത്തിയ ഈ കേരളത്തിൽ യേശു എന്ന വാക്ക് കേട്ടിട്ടില്ലാത്തവർ വളരെ വളരെ വിരളമായിരിക്കും. ബാക്കിയുള്ളവർ കേട്ടിട്ടുള്ള നാമമാണ് യേശു. യേശുവിനെ ക്രിസ്ത്യാനികളുടെ ദൈവമായി ആളുകൾ കരുതുന്നു, ഒരു വലിയ പങ്കാളുകൾ. എന്നാൽ യേശു ആരാണ് എന്നത് മനുഷ്യരറിയേണ്ട ഒരു കാര്യമാണ്. ലോകം പരിചയപ്പെടേണ്ട ഒരാളാണ് യേശു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത് ചൂണ്ടിക്കാട്ടാൻ എനിക്ക് നിയോഗമുള്ളത്. ഈ സുവിശേഷം അറിഞ്ഞിട്ടുള്ള നമ്മളും ആ വാക്കിൻ്റെ ശരി അർത്ഥം അറിയണം. ബാക്കി ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഈ ഒരു നാമം, ഈ വ്യക്തിയെ അറിയുകയും പരിചയപ്പെടുകയും ചെയ്യണം. യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ച ഒരാളാണ്. ഒരു 33-ലധികം വർഷം ഭൂമിയിൽ ജീവിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. അന്നത്തെ മനുഷ്യർ കണ്ടു. സാധാരണക്കാരുമായി ഇടപെട്ട് ജീവിച്ചു. വലിയൊരാളായിട്ട് വല്ലപ്പോഴും പ്രത്യക്ഷത മാത്രം കൊടുക്കുന്ന ഒരാളായിരുന്നില്ല. ഏത് സാധാരണക്കാരനും അടുത്തു വരാൻ പറ്റിയ ഒരാളായിരുന്നു. ഈവൻ ഭിക്ഷക്കാർക്ക് പോലും. അങ്ങനെ എല്ലാവർക്കും സമീപിക്കാൻ പറ്റിയ ഒരാൾ. അന്നത്തെ മനുഷ്യരോട് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദിച്ച ചോദ്യം ഇതാണ്: മനുഷ്യർ ഈ യേശുവിനെ കുറിച്ച് എന്തു പറയും? യേശു എന്ന വാക്കലോട് ഉപയോഗിച്ചത് മനുഷ്യപുത്രനെ കുറിച്ച് എന്തു പറയും? അപ്പോൾ ഓരോട്ടം ആളുകളുടെ മറുപടിയായി അപ്പോസ്തലന്മാർ പറഞ്ഞത്, അവന് ഇരമ്യാവായിരിക്കാം. ഒരു പഴമത്തിലെ ഒരു പ്രവാചകനല്ലേ ഇരമ്യാവ്. ചിലർ പറഞ്ഞ് യോഹന്നാൻ സ്നാപകനായിരിക്കാം. യേശുവിനെ പരിചയപ്പെടുത്താൻ വന്ന ആളല്ലേ യോഹന്നാൻ സ്നാപകൻ. അവർ പറഞ്ഞ അല്ല, പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. മരിച്ച ഒരാൾ എഴുന്നേറ്റ് വന്നതാവാം. അപ്പം അങ്ങനെ ഒരു പ്രവാചകനാണ് യേശു എന്ന അഭിപ്രായമായിരുന്നു അന്നത്തെ പൊതുലോകത്തിനുണ്ടായിരുന്നത്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, അതിരിക്കട്ടെ, നിങ്ങൾ എന്തു പറയുന്നു? മറുപടി പറഞ്ഞത് പത്രോസ് അപ്പോസ്തലനാണ്. മറുപടി നിങ്ങൾക്കറിയാമല്ലോ. അല്ലെങ്കിൽ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വിളിച്ചു പറയുന്നു. പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ക്രിസ്തു എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ കർത്താവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യദൈവത്തെക്കുറിച്ചാണ്. അപ്പം ഇതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതിനും യേശു പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞൊരു വാക്കുമായി അതുമായി ബന്ധിപ്പിക്കാം. യേശു പറഞ്ഞ മറുപടി, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതാണ്. യേശുവിനോടുകൂടെ ഭൂമിയിൽ അക്ഷരാർത്ഥത്തിൽ ശുശ്രൂഷയുടെ തുടക്കം മുതൽ
സഞ്ചരിച്ച ആളാണ് പത്രോസ് അപ്പോസ്തലൻ. ആദ്യം വിളിച്ച അപ്പോസ്തലന്മാരുള്ള ഒരാളായിരുന്നു പത്രോസ്. അപ്പം ആ പത്രോസ് ഈ സഞ്ചരിച്ച സഞ്ചാരത്തിൽ മാനുഷിക അറിവ് കൊണ്ട് പറഞ്ഞതല്ല എന്നാണ് യേശു പറഞ്ഞത്. ഇത് ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടാണ് എന്നാണ് പറഞ്ഞത്. മുമ്പ് പറഞ്ഞില്ലേ, പൗലോസ് യേശുവുമായി വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളായിരുന്നില്ല ശൗൽ എന്ന ആ പൗലോസ്. യേശുക്രിസ്തു മരണശേഷമാണ് ശൗൽ രംഗത്ത് വരുന്നതായിട്ട് നമ്മൾ ഭാഗങ്ങളിൽ കാണുന്നത്. എന്നിരിക്കലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുള്ള ആളാണ് യേശു. ആ യേശുവിനെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ധാരണ, ശൗലിനുണ്ടായിരുന്ന ധാരണ ഒരു മനുഷ്യൻ. പക്ഷെ യേശുവിൻ്റെ പ്രസംഗം, യേശുവിൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് അവൻ ദൈവദൂഷകൻ എന്നാണ് അദ്ദേഹം മുദ്ര കുത്തിയത്. അദ്ദേഹം മാത്രമല്ല, യഹൂദ മത നേതാക്കന്മാർ മുദ്ര കുത്തിയത് ദൈവം എന്ന് അവകാശപ്പെടുന്ന ദൈവദൂഷകൻ. ഇതായിരുന്നു അവരുടെ മുദ്ര. അവിടെ ഒരു കാര്യം കൂടെ എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കണം. ഒരു ദിവസം ഒരു കുരുടനായ മനുഷ്യൻ അന്നത്തെ പണ്ഡിതന്മാരോട് സംസാരിച്ച ഒരു സംസാരമുണ്ട്. ആ മനുഷ്യൻ ജന്മന കണ്ണു കാണാൻ മേലാത്തവനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്നു. കണ്ണു തുറന്ന ആൾ യേശുവാണ്. അപ്പം ഇത് വലിയ പ്രശ്നമായി. ഈ മനുഷ്യൻ്റെ കണ്ണു തുറന്നത് യേശുവാണ് എന്ന് കണ്ണു തുറന്നു, അത് യേശു തുറന്നു കൊടുത്തു എന്നുള്ള വലിയ ഇഷ്യൂ ആയി, വലിയ പ്രശ്നമായി. യഹൂദ പണ്ഡിതന്മാർ വന്നു, നേതാക്കന്മാർ വന്നു, ഓരോരുത്തരായി ചോദ്യം ചെയ്യാൻ തുടങ്ങി അയാളെ. ചോദ്യം ചെയ്ത് അവൻ കുരുടനായിരുന്നു എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചുമ്മാ രണ്ട് പറയുന്നതാണ്, ഇവൻ കുരുടനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവസാനം അവൻ്റെ അമ്മയപ്പനെയും കൊണ്ടുവന്നു. അവരോട് ചോദിച്ചു, ശരിയാണോ, നിങ്ങളുടെ മകൻ ഇവൻ തന്നെയാണോ? ഇവൻ കണ്ണു കാണാൻ മേലാത്തവനായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ? അവർ പറഞ്ഞു, അതെ, ഇവൻ ഞങ്ങളുടെ മകനാണ്, കണ്ണ് കാണാൻ പാടില്ലായിരുന്നു എന്നുള്ള സത്യമാണ്, ഇപ്പോൾ അവന് കണ്ണ് കാണുന്നു എന്നുള്ളതും സത്യമാണ്. അപ്പം ഇവനോട് വീണ്ടും ചോദിച്ചു. ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നു. അവസാനം ആ മതപണ്ഡിതന്മാർ അവനോട് പറഞ്ഞു, യേശു ദൈവദൂഷകനാണ്. അവരുടെ പൊതുഭാഷയിൽ പറഞ്ഞാൽ ഇവന് ഭൂതമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആ കുരുടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ കണ്ണില്ലാത്ത ഒരുത്തന് കണ്ണു കൊടുത്തത്, കുരുടനായി പിറന്ന ഒരുത്തന് കാഴ്ച ലഭിച്ചത് നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ണില്ലാതിരുന്ന എനിക്ക് കണ്ണ് തന്ന ഇവൻ അവന് ഭൂതമാണെന്നും അവൻ ദൈവദൂഷകനാണെന്നും പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്തവൻ, വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തവൻ അവനെ ന്യായം കേൾക്കും. കണ്ണില്ലാത്ത എനിക്ക് കണ്ണ് തരണമെങ്കിൽ സൃഷ്ടികർത്താവിനല്ലാതെ, അതാണ് തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം, സൃഷ്ടികർത്താവിനല്ലാതെ വേറെ ആർക്കിത് ചെയ്യാൻ കഴിയും? നിങ്ങൾ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? കോമൺ സെൻസിന് ചേരുന്നതാണോ? ഇവൻ ദൈവദൂഷകൻ എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തിൽ ഇവൻ ദൈവമാണെന്ന് തെളിയിക്കുന്നതല്ലേ എന്നായിരുന്നു ആ കുരുടന്റെ ചോദ്യം. യേശു ലോകത്തിൽ വലിയ ആളായിട്ട് ജീവിച്ചില്ല. വലിയ പ്രൗഢിയോടെ ആഡംബരത്തോടെ ജീവിച്ചില്ല. ഒരു പ്രഭു കുടുംബത്തിലല്ല യേശു ജനിച്ചത്. നിശ്ചയമായും രാജകീയ കുടുംബമാണ് അവൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ശരിയെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിലാണ് അവിടുന്ന് ജനിച്ചത്, വളർന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അവനെ പുച്ഛിച്ചു. നീ തച്ചൻ്റെ മകനല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. അങ്ങനെ ആളുകളുടെ ദൃഷ്ടിയിൽ, നാട്ടുകാരുടെ ദൃഷ്ടിയിൽ വലിയ വലിപ്പം യേശുവിനില്ല, ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിനെ പിൻപറ്റിയ ഒരു വലിയ കൂട്ടം ജനമുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ,
യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ, അനുഭവിക്കാൻ വലിയൊരു കൂട്ടം യേശുവിനെ പിൻപറ്റി. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണമായപ്പോൾ അവർ മിക്ക പേരും യേശുവിൻ്റെ കൂടെ നിന്നില്ല. അവിടുത്തെ അപ്പോസ്തലന്മാർ പോലും അവിടുത്തെ കൂടെ നിന്നില്ല. പേടിച്ചുപോയി. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവർ പേടിച്ചുപോയി. അല്ല, സ്വല്പം കൂടെ കഴിഞ്ഞ് ഞാൻ പറയുകയാണ്, ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 120 പേരാണ് ഈ പ്രസംഗം എല്ലാം കേട്ട് യേശുവിൻ്റെ കൂടെ നടന്നവരിൽ വാസ്തവത്തിൽ അവിടുത്തെ പിൻപറ്റാനുണ്ടായിരുന്നു. അതായിരുന്നു പുതിയ നിയമസഭയുടെ തുടക്കം. കേവലം 120 പേർ. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ കുരുടൻ്റെ ഭാഷയിൽ ഒന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തു പറഞ്ഞ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഇതാണ് സന്ദേശത്തിൻ്റെ ചുരുക്കം. ഈ ജീവിച്ച യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ മനുഷ്യൻ കണ്ണു തുറന്ന് കാണണ്ടേ, കാര്യങ്ങൾ സ്വല്പമൊന്നും മനസ്സിലാക്കട്ടെ, മനുഷ്യൻ്റെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കണ്ടേ, യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാതെ തുറന്ന മനസ്സോടെ സത്യം കാണാൻ തയ്യാറാവണ്ടേ. അന്നും ലോകം തയ്യാറായില്ല, ഇന്നും ലോകം അതിന് തയ്യാറല്ല. തയ്യാറല്ലാത്തതിൻ്റെ കാരണം ഈ വിശുദ്ധ പുസ്തകം പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടൻ എന്ന ഏകവചനം, ദുഷ്ടന്മാർ എന്ന അർത്ഥത്തിലല്ല, ഭൂമിയിൽ വ്യാപരിക്കുന്ന തിന്മയുടെ തലവൻ, സകല തെറ്റിൻ്റെയും കാരണക്കാരൻ, എല്ലാ തിന്മയുടെയും തെറ്റിൻ്റെയും പിന്നിൽ ഒരു ശക്തിയുണ്ട്. കേവലം ഒരു ശക്തിയല്ല, ഒരാളുണ്ട്. ആ ആളിന് വേദപുസ്തകം പറയുന്ന പേര് പിശാചെന്നാണ്, സാത്താൻ എന്നും പറയും. ഭൂമിയിലെ സകല തിന്മയും അവൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അവൻ്റെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ് എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയും. തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു എന്ന് മാത്രമല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭൂമിയിൽ എത്ര പേർക്ക് തിന്മ ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്? മര്യാദ കെട്ടവനായി, കുഴപ്പം കാണിച്ചവനായി, ശല്യം ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരുണ്ട്. ബാക്കി മനുഷ്യർക്കെല്ലാം മര്യാദയ്ക്ക് ജീവിക്കണം എന്നല്ലേ ആഗ്രഹം, നല്ലവരായി ജീവിക്കണമെന്നല്ലേ ആഗ്രഹം, വീട്ടിൽ വഴക്കുണ്ടാക്കണമെന്നും ഭാര്യയ്ക്ക് ഇടി കൊടുക്കണമെന്നും ആഗ്രഹിച്ച് ജീവിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ജീവിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ കുഴപ്പം കാണിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ സംഖ്യ വളരെ കുറവാണ്. എന്നാൽ ഭൂമിയിൽ വ്യാപകമായി തെറ്റ് നടക്കുന്നു, തിന്മ നടക്കുന്നു. ആ തിന്മയ്ക്ക് വേദപുസ്തകം പറയുന്ന പേരാണ് പാപം. ആ പാപം മനഃപൂർവം ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒന്നല്ല. അതിന് മനസ്സില്ലെങ്കിലും എന്തോ ഒരു ശക്തി അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന പ്രയോഗം അനുസരിച്ചാണെങ്കിൽ, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രമാണം കാണുന്നു. എൻ്റെ ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന രക്തത്തിൽ അല്ല, ഇതിൻ്റെ മുഴുഭാഗത്തും എല്ലായിടത്തും തിന്മ എന്നൊരു പ്രമാണം കാണുന്നു എന്നാണ് പറയുന്നത്. ഒരു തത്വമായി ഇതിനകത്ത് മുഴുവൻ വ്യാപരിക്കുന്നു. അല്ല, റോമാലേഖനം 3-ാം അധ്യായം ചൂണ്ടിക്കാണിച്ചാൽ അവിടെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്ത പോലുമില്ല. എന്നിട്ട് വിശദീകരിക്കുകയാണ്, അവയവങ്ങൾ ഓരോന്നിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ്, ആകെ കുഴപ്പമാണ്. അവരുടെ കണ്ണിൽ ദൈവഭയം ഇല്ല,
അവരുടെ വായ് ശവക്കുഴി പോലെയാണ്. അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു. അങ്ങനെ അവയവങ്ങളെ ഓരോന്നിനെയും എടുത്ത് വിശദീകരിച്ച് പറയുകയാണ്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ തിന്മയുടെ ഒരു വ്യാപാരം മനുഷ്യ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിച്ചാലും അതിന് കഴിയാത്ത ഒരു സ്ഥിതി മനുഷ്യ ശരീരത്തിൽ ആളത്വത്തിൽ കുടികൊള്ളുന്നു. അതിന്റെ കാരണം അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന തിന്മയുടെ വ്യാപാരമാണ്. തിന്മയുടെ കാരണക്കാരനായ പിശാചാണ്. ആ പിശാച് ദൈവം എന്ന ഈ സത്യം ഗ്രഹിക്കാൻ മനുഷ്യരെ സമ്മതിക്കില്ല. അതിന് ഈ പുസ്തകം പറയുന്ന വാക്യം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദൈവം അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി കളയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി പറയുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം ഞാനെന്ന് പറയുകയാണ്. യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ദൈവം എന്നാണ്. ആ ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ എന്ന് കൂടിയാണ്. ഒരുപാട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, 370 വാക്യങ്ങളാണ് ഈ വാക്ക് ഉപയോഗിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടുത്തെ വലിപ്പവും മഹത്വവും എന്താണെന്ന് ഈ ആ വാക്കുകളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവസാനം യേശു പറഞ്ഞൊരു വാക്കോർമ്മയുണ്ടോ? മത്തായി സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഇന്ന് രാത്രി ഉറക്കെ വിളിച്ച് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കർത്താവാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിനും അധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നവൻ, തനിക്ക് തന്നെ അധികാരം ഉള്ള ആളാണ് യേശുക്രിസ്തു. ഭൂമിയിൽ ജീവിച്ച കാലത്തുള്ള യേശുവിൻ്റെ ആ ജീവിതം ഒന്ന് നോക്കൂ. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഭൂമിയിൽ ജീവിച്ച കാലം ഒന്നല്പം വിശകലനം ചെയ്ത് നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്ന് വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമല്ലേ. അതിനോട് ചേർന്നുള്ള ചില സംഭവങ്ങളാണ് 4 സുവിശേഷങ്ങളിലും വിശദീകരിച്ചിരിക്കുന്ന യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം. അതെങ്ങനെ സംഭവിക്കും? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു കല്യാണ വീട്ടിൽ അന്നവർ കൊടുക്കാൻ കൊടുത്തിരുന്ന പാനീയം വീഞ്ഞാണ് അവരുടെ നാട്ടിൽ. പക്ഷെ ആ പാനീയം കുറച്ച് കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. പിന്നെയും അതിഥികൾ ഒരുപാടുണ്ട്. അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ ഈ പാനീയം ഇല്ലാതെ വന്നപ്പോൾ ആകെ വീട്ടിൽ പ്രശ്നമായി. എവിടെ നിർത്തോണ്ട് വരും? ഇന്നത്തെ കാലമാണോ? പക്ഷെ പ്രശ്നമായപ്പോൾ യേശുവിൻ്റെ എനിക്ക് വിവരം പറഞ്ഞു. യേശു പറഞ്ഞു, കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവിടെ വെച്ചിരിക്കുന്ന കുറേ പാത്രത്തിൽ നിറയ്ക്കുവീൻ. എന്നിട്ടിത് എടുത്തുകൊണ്ട് പോയി ആ വിരുന്നിന് മേധാവിയായ ആളിൻ്റെ പക്കൽ ഏൽപ്പിച്ചോളൂ. വിരുന്നിന് മേധാവിയായ ആൾ ആദ്യം ഒന്ന് രുചി നോക്കുമല്ലോ. ആ രുചി നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതുവരെ ഇത്രയും മെച്ചമായ വീഞ്ഞ് നിങ്ങൾ എവിടെ വെച്ചിരുന്നു? സത്യം പുറത്തറിഞ്ഞപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയ വീഞ്ഞല്ല. ഒരു വാക്ക് യേശു പറഞ്ഞപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ പക്കൽ ഏൽപ്പിക്കുവീൻ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ പച്ചവെള്ളം
വീഞ്ഞായി രൂപാന്തരപ്പെട്ടെങ്കിൽ, അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ ഒരു ന്യായമായ ഉത്തരം ഞാൻ പറയുന്നു. ചെടി, മുന്തിരിച്ചെടി അല്ല ഏത് ചെടിയും ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തല്ലേ ജീവിക്കുന്നത്. അങ്ങനെ മുന്തിരിച്ചെടി ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അതിൻ്റെ തണ്ടിലൂടെ ഇലകളിലൂടെ പ്രക്രിയ നടത്തി നാളുകളെടുത്ത് ആ മുന്തിരി വളർന്ന് അത് പൂത്ത് അത് കായ്ച്ച് അത് പഴുത്ത് പിഴിഞ്ഞ് ചാറെടുക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നല്ലേ അതെല്ലാം ഉണ്ടായത്. ഈ പ്രക്രിയയില്ലാതെ യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്കിനാൽ അത് സംഭവിച്ചെങ്കിൽ വാസ്തവത്തിൽ അവിടെ സൃഷ്ടിപ്പല്ലേ നടന്നത്. അല്ല, 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ വർദ്ധിപ്പിച്ചപ്പോൾ യേശുവിന് ഈ ഭൂമിയിലെ വസ്തുക്കളുടെ മേലുള്ള, ഭൂമി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മാറ്റർ, ഓരോ വസ്തുവിൻ്റെ മേലുള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരമല്ലേ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വേറെ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത് കാണുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയണ്ടേ ഇവൻ കേവലം മനുഷ്യനല്ല എന്ന്. ഭൂമിയിൽ ഒരു മനുഷ്യനും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു മത നേതാവിനും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ഈ ഒരുവൻ തൻ്റെ വാക്കിലൂടെ ഇങ്ങനെ ചെയ്തെങ്കിൽ അവന് ഭൂമിയിലുള്ള വസ്തുക്കളുടെ മേൽ അധികാരമുണ്ട് എന്ന് സ്വാഭാവികമായി മനുഷ്യൻ തിരിച്ചറിയണ്ടേ. മനുഷ്യൻ ബുദ്ധിജീവിയാണെന്നല്ലേ പറയുന്നത്. ആ ബുദ്ധിജീവി കാര്യം തിരിച്ചറിയണ്ടേ? ഇല്ലല്ലോ, തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ആ കുരുടന്റെ സൗഖ്യം പറയുന്നത്. ആ കുരുടൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. ഭൂമി ഉണ്ടായത് മുതൽ അദ്ദേഹം ചോദിക്കുന്നു, കണ്ണു കാണാൻ മേലാത്ത ഒരുത്തന് കണ്ണുകൊടുത്തൊരു സംഭവം വേറെ എവിടെ സംഭവിച്ചിട്ടുണ്ട്? ഇവൻ കേവലം മനുഷ്യനായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കും? നിങ്ങൾ മതത്തിന്റെ അധിപന്മാരല്ലേ, മതത്തിന്റെ നേതാക്കന്മാരല്ലേ, നിങ്ങൾ ഉപദേശം പഠിപ്പിക്കുന്നവരല്ലേ. നിങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഇത് സംഭവിച്ചിട്ടില്ലല്ലോ, നിങ്ങളെ കൊണ്ട് ഇത് നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവനത് ചെയ്യുമ്പോ നിങ്ങളെപ്പോലെ ഒരുവനല്ല, നിങ്ങളെപ്പോലൊരു മത നേതാവല്ല, ഇവൻ വാസ്തവത്തിൽ സൃഷ്ടിപ്പിന്റെ ദൈവമാണ് എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം എന്നൊരു കുരുടൻ വിളിച്ചു ചോദിച്ചെങ്കിൽ ലോകം അറിയേണ്ട ഒരു നാമം, ലോകം അറിയേണ്ട ഒരു വ്യക്തി, അവിടുത്തെ പേര് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു, സൃഷ്ടിപ്പിന്റെ ദൈവം. മനുഷ്യൻ അത് തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടുത്തെ വിശദീകരിക്കുന്ന കുറെ വേദശാസ്ത്രങ്ങളാണ്. അതിന്റെ 14-ാം വാക്യം പറയുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഭാഗം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും കേൾക്കണമേ. അടുത്ത പ്രയോഗം, അവൻ മുഖാന്തരം ഉളവായി. അത് മുഖാന്തരം എന്നല്ല, അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലത്തെയും സൃഷ്ടിച്ചവൻ. അതാണ് അവിടുത്തെ പേര്, സകലത്തെയും സൃഷ്ടിച്ചവൻ, ആ കർത്താവ്. നമുക്കെല്ലാം അപ്പനും അമ്മയുണ്ട്. അവരാണ് നമ്മുടെ ജന്മത്തിന് കാരണക്കാർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അവരെ അപ്പൻ അമ്മ എന്ന് വിളിക്കുന്നു. ശരിയാണ്.
ആ അപ്പനും അമ്മയും തമ്മിൽ വിവാഹബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ മക്കളുണ്ടായി എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി, കഴിവ് ഏത് മനുഷ്യനുണ്ട്? ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അല്ല, അവളുടെ യൂട്രസിൽ വീഴുന്ന സംയോജനം നടത്തിയ ആ സ്പേം ആൻഡ് എഗ്, അത് തമ്മിൽ, അണ്ഡവും ബീജവും തമ്മിൽ സങ്കലനം നടത്തി അങ്ങനെ ഒരു കോശം ഉണ്ടായെങ്കിൽ അത് വളർന്ന് വർദ്ധിച്ച് ഒരു ശിശുവായി ഇതിനകത്ത് രൂപാന്തരപ്പെടാൻ അപ്പനും അമ്മയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും? ഓരോ അവയവങ്ങളുടെ നിർമ്മിതിയിൽ ഏതെങ്കിലും ഒരു പുരുഷനോ സ്ത്രീക്കോ ഒരു സ്വാധീനമുണ്ടോ? ചികിത്സിക്കുന്ന വൈദ്യർക്ക് ഇതിന്റെ മേൽ അധികാരമുണ്ടോ? ഈ കുട്ടി പെണ്ണായിരിക്കണമോ ആണായിരിക്കണമോ എന്ന് തീരുമാനിക്കാൻ അധികാരം അഖിലാണ്ടത്തിൽ ഒരാൾക്കുണ്ടോ? ഇല്ലാതിരിക്കെ അവളുടെ ഉള്ളത്തിലുണ്ടായ, ഗർഭത്തിലുണ്ടായ ഈ ശിശു ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? ജീവന്റെ ഉൽപാദനത്തിനാകട്ടെ, ജീവന്റെ നിലനിൽപ്പിനാകട്ടെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തെ അല്പം ഒന്ന് സൂക്ഷിക്കാമെന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ജീവനെ നിലനിർത്താൻ കഴിവുള്ള ഒരുവൻ അഖിലാണ്ടത്തിലുണ്ടോ? എന്നാൽ സകലത്തെയും നിലനിർത്തുന്നവൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യ, ബുദ്ധിയുള്ള മനുഷ്യ, ആ ബുദ്ധി ഉപയോഗിക്കണ്ടേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, ഇത്രയും കാലം ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇതിന്റെ നിർമ്മിതിയുടെ മേൽ, ഇതിന്റെ വളർച്ചയുടെ മേൽ, ഇതിന്റെ നിലനിൽപ്പിന്റെ മേൽ മനുഷ്യന് അധികാരമില്ലെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ബുദ്ധിജീവി എന്ന് പറയുന്ന നിങ്ങൾ അറിയണം, എന്നെ ഉണ്ടാക്കിയ ഒരുത്തനുണ്ട്, എനിക്ക് ജീവൻ തന്ന ഒരുത്തനുണ്ട്, എന്റെ ജീവൻ നിലനിർത്തുന്ന ഒരുത്തനുണ്ട്. അവിടുന്ന് എന്റെ മേൽ അധികാരമുള്ളവരാണെന്ന് സമ്മതിക്കണ്ടേ? അവിടുന്ന് എന്റെ കർത്താവാണെന്ന് സമ്മതിക്കണ്ടേ? വെറുതെ പേര് പറഞ്ഞാൽ മാത്രം മതിയോ? ഉണ്ടാക്കിയവരെ അറിയണ്ടേ? ജീവൻ നിലനിർത്തവരെ അറിയണ്ടേ? അവിടുത്തേക്ക് ബഹുമാനം കൊടുക്കണ്ടേ? അപ്പനോടും അമ്മയോടുമുള്ള ബഹുമാനം സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. ബഹുമാനമില്ലായ്മ അസ്വാഭാവികമാണ്, മര്യാദകേടുമാണ്. ജനിപ്പിച്ച് വളർത്തിയ അപ്പനും അമ്മയും ഒരു കുട്ടിയെ വളർത്താൻ പെടുന്ന പാട്, ഒരു മനുഷ്യക്കുട്ടിയെ ഒരു പരുവത്തിലാക്കണമെങ്കിൽ എത്ര വർഷത്തെ അധ്വാനമാണ്. സർക്കാരിൻ്റെ നിയമമനുസരിച്ച് 18 വയസ്സാകുന്നവരെ വരെ തൊഴിലിന് വിട്ടുകൂടാമല്ലോ. അപ്പനും അമ്മയും ചെലവിന് കൊടുക്കണമല്ലോ. സാധാരണ മൃഗങ്ങളുടെ കുട്ടികളെപ്പോലെ പെറ്റി വീണാലുടൻ തന്നെത്താൻ തെറ്റി പാല് കുടിക്കാനും തന്നെത്താൻ ആഹാരം കഴിക്കാനും ത്രാണിയുള്ളതാണോ മനുഷ്യന്റെ കുട്ടി? അല്ലല്ലോ. അങ്ങനെ വളർത്തിയ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന ദൈവകൽപ്പന ന്യായമാണ്, മര്യാദയാണ്, ബുദ്ധിയുള്ള ഏത് മനുഷ്യനും തിരിച്ചറിയുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിലും അപ്പുറം ജീവന്റെ ഉടമസ്ഥനായവൻ, എൻ്റെ അവയവങ്ങളെ മെനഞ്ഞവൻ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എനിക്ക് രൂപം തന്നവൻ, എൻ്റെ പ്രാണനെ പരിപാലിക്കുന്നവൻ, ഇന്നും എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ പ്രാണവായു നൽകുന്നവൻ, എന്നെ കാക്കുന്നവൻ, ആ ദൈവത്തോട് ഭക്തി വേണ്ടേ? ആ ദൈവത്തോട് ബഹുമാനം വേണ്ടേ? ആ ദൈവത്തെ കുമ്പിടണ്ടേ? ആ ദൈവത്തെ വണങ്ങണ്ടേ? അവിടുത്തെ നോക്കി എൻ്റെ അപ്പനെന്ന് പറയണ്ടേ? അതല്ലേ ന്യായം? അതുണ്ടാക്കിയത് യേശുവാണ്.
എന്ന് തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയും. അതിൻ്റെ തെളിവുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കുന്നത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ സംഭവം പൊതുവെ പ്രസിദ്ധമല്ലേ? പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന ഒന്നല്ലേ? അല്ല, ലോകത്തിലെ ഏത് മനുഷ്യരും അറിയേണ്ട സംഗതിയല്ലേ? എന്താണ് അവിടുത്തെ സംഭവം? അതുപോലെ സമാന സംഭവങ്ങൾ വേറെ ഉണ്ട്. എന്നിരിക്കലും ലാസർ എന്ന ഒരുവൻ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കൽ ആളെ പറഞ്ഞു വിട്ടു, സഹോദരിമാർ, ലാസർ സുഖമില്ലാതെ കിടക്കുന്നു, വന്ന് സുഖമാക്കണമെന്ന്. യേശു പോയില്ല. യേശു ഇവിടെ ഇരുന്നു. പോകാഞ്ഞത് പ്രത്യേക കാരണത്താലാണെന്നും പറയുന്നുണ്ട് വചനം. അപ്പം അങ്ങനെ മരിച്ച 3-ാം ദിവസം യേശു അവിടെ ചെന്നു. യേശു അവിടെ ചെന്നപ്പോൾ വീട്ടിൽ വലിയ സങ്കടം, നിലവിളി. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന സഹോദരിമാരുടെ ആവലാതി പറച്ചിൽ. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവരുടെ മറുപടി, ഒടുക്കത്തെ നാളത്തെ പുനരുദ്ധാനത്തിൽ. അങ്ങനെ ദിവസം ഉണ്ടെന്നും എല്ലാ മനുഷ്യരെയും ദൈവം ഇനി മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നൊരു ദിവസം ഉണ്ടെന്നും ആ ദിവസത്തിൽ അവൻ ഉയർക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ യേശു പറഞ്ഞ അല്ല, വരൂ, കല്ലറയിൽ നിന്ന് കല്ല് മാറ്റൂ, അതിൻ്റെ വാതുക്കൽ വെച്ചിരിക്കുന്ന കല്ല് മാറ്റൂ. ശവത്തോട് തിരിഞ്ഞു പറയുന്നു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡോട് മരിച്ച് 3 ദിവസമായവൻ ജീവനോട് പുറത്തു വരുന്നു. നാട്ടിൽ വലിയ വാർത്തയായി. ഞാൻ പറഞ്ഞില്ല, സമാനമായ സംഭവങ്ങൾ വേറെയുമുണ്ട്. ഇത് നിമിത്തം ജനം തിരിച്ചറിയുന്നു, ഇവൻ കേവലം പ്രവാചകനല്ല. മരണത്തിൽ നിന്ന് ആളെ വിളിച്ചു വരുത്താൻ ദൈവത്തിനല്ലാതെ വേർക്കാർക്ക് അധികാരം? ജീവൻ പോയവന് ജീവൻ കൊടുക്കാൻ ജീവൻ്റെ ഉടമസ്ഥനല്ലേ അധികാരമുള്ളൂ? നാട്ടിൽ അനേക ആളുകൾ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പം നാട്ടുകാർ പറയുകയാണ്, ഇനി ഇവനെയും കൂടെ കൊല്ലണം. പക്ഷേ അവനെയും കൊല്ലാൻ അവസാനം പദ്ധതിയിട്ടു, കൊന്നു. യേശുവിനെയും കൊന്നു. ഒരു ദിവസം കൊന്നു. കൊന്നത് നാടിൻ്റെ വിജയമാണെന്ന് ധരിക്കരുത്, യേശുവിൻ്റെ തോൽവിയാണെന്നും ധരിക്കരുത്. എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അവിടുന്ന് തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ വന്നതാണ്. എന്ന് പറഞ്ഞാൽ തെളിച്ചർത്ഥം ഞാൻ പറയുന്നു, അവിടുന്ന് മരിക്കാൻ വന്നതാണ്. എന്തിന് മരിക്കാൻ വന്നു? പാപം കുറ്റകരമാണ്, ഗൗരവമായ കുറ്റകരമാണ്, പരമാവധി ശിക്ഷ കൊടുക്കേണ്ട കുറ്റമാണ് എന്നാണ് വചനം പറയുന്നത്. പരമാവധി ശിക്ഷ കൊടുക്കണം. എന്താണ് പരമാവധി ശിക്ഷ മനുഷ്യന് കൊടുക്കുന്നത്? കൊല്ലണം. അതല്ലേ പരമാവധി ശിക്ഷ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആർക്കാണ് കൊടുക്കേണ്ടത്? നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മുഴുവൻ പേരുടെ മേലും ദൈവം എഴുതിയ വിധി, നിന്നെ കൊല്ലണം, നീ മരിക്കണം എന്ന് വിധി എഴുതിയെടുത്ത് അതിനകത്ത് രക്ഷ നേടാൻ വേറെ ഒരു വഴിയില്ല. മതത്തിലതിന് മാർഗമില്ല. ഒരാചാരങ്ങൾക്കും അത് നീക്കാൻ കഴിയില്ല. ഒരു പുണ്യപ്രവൃത്തിക്കും അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്തിടത്ത് മുഴുവൻ പേരും മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ ആ ശിക്ഷ തൻ്റെ മേൽ ഏറ്റെടുക്കാൻ, സകല മനുഷ്യർക്കും വേണ്ടി ആ ശിക്ഷ ഏറ്റെടുക്കാൻ ദൈവം ജഡത്തിൽ ഭൂമിയിൽ വന്നു. വേറെ ഒരു കഴിയില്ല, കാരണം എല്ലാവരും പാപികൾ.
നമ്മുടെ ഒരാളുടെ വേദന താങ്ങാൻ നമുക്ക് കഴിവില്ല. മുഴു ലോകത്തിൻ്റെയും തിന്മയുടെ കുറ്റമേൽക്കാൻ, ശിക്ഷയേൽക്കാൻ അഖിലാണ്ടത്തിൽ ആർക്ക് കഴിയും? പാപമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവൻ, മരണത്തെ ജയിക്കാൻ അധികാരമുള്ളവൻ, ആ ശിക്ഷ തന്റെ മേൽ ഏറ്റെടുത്തതാണ് മരണം. അവർ കൊന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അതിന്റെ മുഖാന്തരം വേണം. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ആ കല്ലറ തുറക്കപ്പെട്ടു. പട്ടാളക്കാർ കാവൽ നിൽക്കെ, കല്ലറ തുറക്കാതിരിക്കാൻ പട്ടാളക്കാർ കാവൽ നിൽക്കെ ആ കല്ലറ തുറന്നു. അതിനകത്തടക്കപ്പെട്ട ശരീരം അവിടെ നിന്ന് പോയി. തടയാൻ പട്ടാളത്തിന് കഴിഞ്ഞില്ല, മത നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല, പാതാളശക്തിക്ക് കഴിഞ്ഞില്ല. അതിനെ വെന്ന്, അതിനെ ജയിച്ച് ഈ യേശു മരണത്തെ ജയിച്ച് പുറത്തു വന്നു. തറപ്പിച്ച് പറയണം എനിക്ക്, യേശു മരണത്തെ ജയിച്ച് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ലോകത്തിൽ ഇതിന് സമാനമായ സംഭവം വേറെ ഏതുണ്ട്? ഭൂമിയിലുണ്ടായ എല്ലാ മനുഷ്യരും മരിച്ചില്ലേ? 2 പേർ ജീവനോടെ സ്വർഗത്തിലേക്ക് പോകാൻ ദൈവം അനുമതി കൊടുത്തതൊഴികെ ബാക്കി എല്ലാവരും മരിച്ചില്ലേ? അവരെ മരിക്കാതെ തടയാൻ ആർക്ക് പറ്റി? അല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ ഇന്ന് വരെ ലോകത്തിൽ എന്ത് ശക്തിയുണ്ടായി? എല്ലാവരും മരിച്ച് മരണം വഴിയായി കല്ലറയിൽ അടക്കപ്പെടുകയോ ദഹിപ്പിക്കപ്പെടുകയോ ഭൂമിയുടെ ഭാഗമായി തീർന്നപ്പോൾ അഖിലാണ്ടത്തിൽ ഒരുത്തൻ മാത്രം, ഒറ്റ ഒരുത്തൻ മാത്രം മരണത്തെ ജയിച്ച് 3-ാം ദിവസം പുറത്തു വന്നു. സങ്കല്പമോ കഥയോ കെട്ടുകഥയോ അല്ല. ഇതിന് വിരോധിയായിരുന്ന ശൗലിന്റെ ഭാഷയിൽ പറയുന്നു, ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഭൂമിയിൽ പലർക്ക് പ്രത്യക്ഷനായി പേരുകൾ പറയുന്നു. പേരുകൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവർക്കും 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 ഒക്കെ പ്രത്യക്ഷനായി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അടുത്ത പ്രസ്താവന, അവരിൽ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു. ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥത്തിലല്ല, ആ വചനം എഴുതിയ കാലത്ത്, അദ്ദേഹം പ്രസ്താവിച്ച സമയത്ത് അവർ ജീവനോടിരിക്കുന്നു. പോയി പരിശോധിക്കണമെങ്കിൽ, വെരിഫൈ ചെയ്യണമെങ്കിൽ ആളുകളുടെ പേരും വിവരവും തരാം, പോയി പരിശോധിച്ചോളൂ. താൻ പറയുന്നു, മാത്രമല്ല ഇതിന് ശത്രുവായി എനിക്കും പ്രത്യക്ഷനായി, ഞാനും നേരിട്ട് കണ്ടു. ഇതിനെ തടയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ അന്ന് കഠിന ശ്രമം നടത്തി. പക്ഷെ അഖിലാണ്ടത്തിൽ ഒരുത്തർക്കും തോൽപ്പിക്കാൻ കഴിയാതെ ലോകത്തിൽ പരസ്യം ചെയ്യപ്പെട്ട വസ്തുത, തെളിയിക്കപ്പെട്ട വസ്തുത, യേശുക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ആളുകൾ കണ്ടു, ആളുകൾ നോക്കി നിൽക്കേ ഒരു മലയുടെ മണ്ടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവിടുന്ന് ആരോഹണം ചെയ്തു. ശിഷ്യന്മാർ നോക്കി നിൽക്കേ. യേശു അപ്രത്യക്ഷമായതല്ലെന്നറിയണം. അപ്രത്യക്ഷമായപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലെത്തിയതല്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം പറയുന്ന, അവർ നോക്കി നിൽക്കേ അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോയി. എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ആ പൊങ്ങിപ്പോകുമ്പോൾ അവർ മേപ്പോട്ട് നോക്കി നിന്നു. ഒരു ശബ്ദം വിളിച്ചു പറഞ്ഞ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയവനായി ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. ആളുകൾ കണ്ടതാണ് അവിടുന്ന് പോകുന്ന യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല, ഇനിയും വരുന്നു ഒരു ദിവസം. ഏത് കണ്ണും രൂപശന്തലേ, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണത്തക്കവണ്ണം ആകാശം പിളർന്ന് ഈ ആകാശം കീറി ഒരുവൻ ഇറങ്ങി വരും. കുത്തി തുളച്ചവരും അലറി നിലവിളിച്ച്
കരയുന്നൊരു ദിവസം വരുന്നു. യേശു മരണത്തെ ജയിച്ചിരിക്കുന്നു. അത്രയും വലിയ ജയം വേറെ ഏതുണ്ട്? ഇത്രയും കാലം ശാസ്ത്രം പരിശ്രമിച്ചിട്ട് വളർന്ന് 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 വലിയ വളർച്ച ശാസ്ത്രത്തിലെത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ മരണത്തിൽ നിർത്തിനെ രക്ഷിക്കാൻ ശാസ്ത്രം ഇതുവരെ വളർന്നു. എല്ലാ ചികിത്സയും ചെയ്തിട്ട് അവസാനം സോറി ആള് പോയി എന്നല്ലേ ഡോക്ടേഴ്സ് അവസാനം സോറി പറയത്തില്ല അവർ? എന്നാലും ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാണ്, അത്രയല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം ചെയ്യാൻ അവർക്ക് ആർക്കും കഴിയാതിരിക്കെ വരുന്ന ഒരു ദിവസം, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുവാനുള്ള ദിവസം വരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആകാശം കീറി ഇറങ്ങി വരുന്ന ദിവസം. ഈ മണ്ണിനകത്ത് നിന്ന് കോടി കോടി മനുഷ്യർ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയിലേക്ക് ജീവനോട് എഴുന്നേറ്റ് വരും. ഭൂമിയിലേക്ക് വരുന്നവർ ആകാശത്തിലേക്ക് പറന്നുയരും. കോടി കോടി മനുഷ്യർ. ആര്? യേശുവിൻ്റെ ശക്തി അറിഞ്ഞവർ, അവിടുത്തെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞവർ. അവിടുത്തെ ഒരാൾക്ക് മാത്രമാണ് മരിച്ചവരെന്ന് എഴുന്നേൽപ്പിക്കാനുള്ള അധികാരം, വേറെ ആർക്കുമില്ല. ജീസസ്. കാരണം അവിടുന്ന് മാത്രമാണ് മരണത്തെ ജയിച്ചവൻ. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് മരണത്തെ ജയിച്ചവൻ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്ന, മുഴു കല്ലറകളെയും മുഴു മരിച്ചവരെയും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം വരുന്നു. ഈ കാര്യം മനുഷ്യൻ അറിയണ്ടേ? എല്ലാരെയും മരണത്തിൽ നിന്ന് മടക്കി വിളിക്കുമെങ്കിൽ അത് മനുഷ്യൻ അത്യാവശ്യമായിട്ട് അറിയണ്ടേ? മരിച്ചങ്ങ് പോയി, ആ വഴിക്കങ്ങ് പോയെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ ഒരു ദിവസം തിരിച്ചു വിളിച്ച് ജീവിതത്തിൻ്റെ കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ സത്യമല്ലേ? ഗൗരവമല്ലേ അത്? അതിന് മനുഷ്യൻ ഒരുങ്ങണ്ടേ? മരണം കൊണ്ട് അവസാനിക്കില്ല മനുഷ്യ നിങ്ങൾ. മരണത്തിനപ്പുറം ഒരു ദിവസം വരുന്നു, മരിച്ചവനെ തിരിച്ചു വിളിക്കാൻ അധികാരത്തോടെ ഇറങ്ങി വരുന്ന യേശു. പല ഘട്ടങ്ങളിലായിട്ടാണ്, പ്രധാനമായി 2 ഘട്ടത്തിലാണ്. തൻ്റെ കൂടെ പോകാൻ അവിടുത്തെ വിശ്വസിച്ച് അംഗീകരിച്ച ഒരു കൂട്ടങ്ങൾ ആളുകളെ മരണത്തിൽ ഉയർപ്പിക്കാൻ വരുമെന്ന് മാത്രമല്ല, എല്ലാ കല്ലറകളെയും തുറക്കാൻ ഒരു ദിവസം വരും. മരണം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. മുഴുവൻ പേരെയും വിളിച്ചു നിർത്തി വെള്ള സിംഹാസനത്തിന് മുൻപാകെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ലോകം അറിയണ്ടേ? അത് വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി എനിക്ക് നിയോഗം തന്ന് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. ഭൂമിയിലെ സകല മനുഷ്യരുടെയും കർത്താവാണ് യേശുക്രിസ്തു. ഭൂമിയിലെ സകല മനുഷ്യരുടെയും ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഭൂമിയിലെ സകല മനുഷ്യരെയും ജനിപ്പിച്ചവനാണ് യേശുക്രിസ്തു. ഭൂമിയിലെ സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്നവനാണ് യേശുക്രിസ്തു. ഭൂമിയിലെ സകല മനുഷ്യരെയും മടക്കി വരുത്തുന്നവനാണ് യേശുക്രിസ്തു. ഭൂമിയിലെ സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്നവനാണ് കർത്താവായ യേശു. ജീസസ്. ഇതെല്ലാവർക്കും അറിയണം. യേശു ഭൂതബാധിതരെ സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചു. കാരണം ഞാൻ പറയുന്നത് എൻ്റെ പ്രസംഗം എല്ലാ ഭാഷകളും വാക്കുകളും എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാനുള്ള ഭാഷയും ഞാൻ പറയാം. എന്താണ് ഈ ഭൂതബാധ എന്നൊക്കെ പറഞ്ഞാൽ, ഈ തിന്മയുടെ ശക്തി, അതിൻ്റെ കാരണക്കാരൻ പിശാച്, അയാളുടെ ജൂനിയേഴ്സുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിനെ വീണുപോയ ദൂതന്മാർ എന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയും. പലയിടത്തും ഭൂതങ്ങളെന്ന് പറയും. ഭൂതങ്ങൾ എന്ന് പറയുന്നത് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളല്ല.
അങ്ങനെയൊക്കെ ആളുകൾ ധരിക്കും. വല്യപ്പൻ മരിച്ചു, വല്യപ്പൻ വന്നു, വല്യമ്മ മരിച്ചു, വല്യമ്മ വന്നു, അവിടെ ഒരാൾ തൂങ്ങിച്ചെത്തു, അയാൾ വന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് സത്യമല്ല. അവരാരും വരില്ല. വല്യപ്പനും വരില്ല, വല്യമ്മയും വരില്ല, അപ്പനും വരില്ല, തൂങ്ങിച്ചെത്താളും വരില്ല, ഇവരാരും വരില്ല. ആർക്കാർക്കും വരാൻ പറ്റില്ല. അവർ പോയി. അവരെ തിരിച്ചു വിളിക്കുന്ന ദിവസം വരെ അവരായിരിക്കുന്നിടത്ത് കിടന്നേ പറ്റുള്ളൂ. പിന്നെ ആരാണ് ഈ വരുന്നത്? തിന്മയുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ ജൂനിയേഴ്സ് എന്നെൻ്റെ ഭാഷയ്ക്ക് ഞാനങ്ങ് പറയുക. അത് കുറേ ആത്മാക്കളാണ്, കാണുന്നതല്ല, കാണാത്തതാണ്. ആ പേരിൽ വരും. ചിലപ്പോൾ ആളുകളിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്, ചിലപ്പോൾ വന്നിട്ട് പേരൊക്കെ പറയില്ലേ. ആ സന്ദർഭം തന്നെ ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഭൂതമിളകുന്ന് കണ്ടിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ടായിരിക്കുമല്ലോ. ചില സമയത്ത് ഇരിക്കുന്ന ഇരിപ്പുറം ഒറ്റ വീഴ്ച തറയിലോട്ട്, പിന്നെ കിടന്ന് ഉരുളുന്നു. ഒത്തിരി സ്ത്രീകളും കെട്ടിയിരുന്ന തലമുടി അഴിച്ചിട്ട് നിലത്ത് കിടന്ന് ഉരുളുന്നു, ശരീരം ഇട്ട് അടിക്കുന്നു, നാക്ക് നീട്ടുന്നു. കണ്ടിട്ടില്ലേ? അവിടെ ശരീരം ശരിക്കും ദണ്ഡിപ്പിക്കപ്പെടുന്നു. എവിടെ നിന്ന്? ഒരു തിന്മയുടെ ആത്മാവ്. ഒരു ദിവസം ഒരാൾ ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ ഒരു പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. ആരോഗ്യമുള്ളൊരു സ്ത്രീ. പക്ഷെ ഓരോ ജോയിൻറ്റിനും വേദനയാണ്. മെഡിക്കൽ ശാസ്ത്രം പരിശോധിച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം എടുത്ത് ചായക്ക് അടുപ്പേ വെക്കാൻ അവരുടെ കൈ ഉപയോഗിക്കില്ല. ആകെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോരോ സ്ഥലത്തു നിന്നും ഓരോരോ ആത്മാവ് വന്നാണെന്ന് പോലും അത് തന്നെ പറയുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ? യേശു പറഞ്ഞ സംഭവങ്ങളും യേശു സൗഖ്യമാക്കിയ സംഭവങ്ങളും നോക്കണം. ഒരു സ്ത്രീ റാ പോലെ വളഞ്ഞുപോയി. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവർ നിവർന്നു. യേശുവിൻ്റെ ചോദ്യം, സാത്താൻ ബന്ധിച്ചിരുന്ന ഈ സ്ത്രീയെ ഞാൻ സൗഖ്യമാക്കണ്ടായോ? ശാരീരിക കാരണങ്ങൾ ഡോക്ടേഴ്സിന് അസൈൻ കണ്ടെത്താൻ പറ്റാതെയുള്ള കുറേ രോഗങ്ങളില്ലേ? എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും നടത്തിയിട്ടും അവയെല്ലാം നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ടും രോഗം ബാധിച്ച കുറേ മനുഷ്യർ. അല്ല, ചില മനുഷ്യർ സുബോധം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സ്ഥിരം സുബോധം നഷ്ടപ്പെട്ട, എന്നാൽ കേവലം മാനസിക രോഗമല്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? യേശുവിൻ്റെ ഒരിക്കൽ വന്ന അഭിമുഖീകരിച്ച ഒരുത്തൻ തൻ്റെ ശരീരത്തെ കല്ലുകൊണ്ട് ഇടിച്ച് ദണ്ഡിപ്പിക്കുമായിരുന്നു. ചങ്ങല കൊണ്ട് കെട്ടിയിട്ടാലും ആ ചങ്ങല പൊട്ടിക്കുമായിരുന്നു. പക്ഷെ ഒരു വാക്ക് യേശു കൽപ്പിച്ചപ്പോൾ അവൻ്റെ അകത്തുണ്ടായിരുന്ന ഈ ശക്തികൾ വിട്ടുപോയി സുബോധം പ്രാപിക്കും. അന്ന് മാത്രമോ, ഇന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രൂപശാന്തനസ്യ. എൻ്റെ ഒരു സുവിശേഷ സ്നേഹിതൻ ആദ്യം ഒരു സ്ഥലത്ത് പ്രവർത്തനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് ഭാഷയും അറിയാൻ മേലാത്ത വേറെ ദേശത്താണ്. ആദ്യം ചെന്നൊരിടത്തേക്ക് പോയപ്പോൾ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ആളുകൾ പറഞ്ഞത് അടുത്തിയല്ലരുത്, അടുത്തി എന്നാൽ അടിക്കും. ഒരു മനുഷ്യനും അടുത്ത് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആരോഗ്യമ ശക്തിയാണ് ആ ഭൂതശക്തിയാൽ. ആരെയും ഉപദ്രവിക്കും, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, യേശുക്രിസ്തുവിൻ നാമത്തിൽ മിണ്ടിപ്പോകരുത്. ദുർദ്ധശക്തി വിട്ടുപോ എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ ആ ശക്തി വിട്ടുപോയി. അവിടെ മാത്രമോ? ഇല്ലേ മാവേലിക്കരയിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലേ? ഈ പരിസരങ്ങളിലില്ലേ? കറ്റാനം ദേശത്തില്ലേ? ഈ ദേശത്തെല്ലാം ഇന്നും ഒരു നാമത്തെ ഭൂതത്തിന് പേടിയാണ്, പിശാചിന് പേടിയാണ്. ഒറ്റ നാമം, വേറെ ഒരു നാമത്തും അതിന് പേടിയില്ല. അതിന് പേടിയുള്ള ഒരേ ഒരു നാമം
അതിന്റെ മേൽ ജയമെടുത്ത യേശു ക്രിസ്തു എന്ന നാമം ഇന്നും അത് ഭയക്കുന്നു. മാത്രമല്ല, അതിന്റെ തലവനായ പിശാചിനെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ വിളിച്ചു പറയട്ടെ, പിശാചിന്റെ മേൽ, ഭൂതാത്മാക്കളുടെ തലവനായ പിശാചിന്റെ മേൽ അധികാരമുള്ള ഒരു നാമമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അത് ഉപയോഗിക്കാൻ തന്റെ ജനത്തിന് അധികാരം കൊടുത്തിരിക്കുന്നു. കേവലം അത് ഉപയോഗിക്കാൻ മാത്രമല്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തില്ല എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വചനം സത്യമായി. ജീസസ്. ഭൂതങ്ങളെ പുറത്താക്കുന്ന ധാരാളം സുവിശേഷകരുണ്ട്. ഏത് മന്ത്രവാദ ശക്തികളെയും കീഴടക്കുവാൻ അധികാരം പ്രാപിച്ച അനേകം ദൈവ മനുഷ്യരുണ്ട്. മുഴുവൻ പാതാള മന്ത്രക്കാരും ഒന്നിച്ചു ചേർന്ന് മന്ത്രവാദം ചെയ്താലും സത്യമായി, ശക്തമായി, വിശുദ്ധമായി, വിശ്വാസത്തോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരു ദോഷവും ചെയ്യാൻ കഴിയാതെ വണ്ണം അധികാരമെടുത്ത നാമം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമം. അങ്ങനെ തിന്മയുടെ ശക്തികളാൽ, ദുർഭൂത ശക്തികൾ ആർക്കും ഗുണം ചെയ്യുന്നില്ല. ശാരീരിക ക്ലേശം, മാനസിക ക്ലേശം, വൈകല്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായിരുന്നത് മുഴുവൻ മൂടിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഈ ശക്തിയെ നിർത്തലാക്കാൻ ഇന്നും ഈ നാമത്തിന് അധികാരമുണ്ട്. ഋതലസ്യ. ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് പറയാൻ എനിക്ക് നിയോഗം, എല്ലാ മന്ത്രവാദ ശക്തികളെയും, നിങ്ങളെ തകർത്ത, നിങ്ങളെ നശിപ്പിച്ച, നിങ്ങൾക്ക് കേടുവരുത്തിയ, വൈകല്യം വരുത്തിയ, സാമ്പത്തിക തകർച്ചകൾ വരുത്തി, ഒന്നിന് പിന്നാലെ ഒന്നായി ആത്മഹത്യകൾക്ക് മനുഷ്യരെ പ്രേരിപ്പിച്ച് പറഞ്ഞുവിട്ട് കുടുംബങ്ങളെ മുടിക്കുന്ന ശക്തിയുടെ മേൽ ഈ ദേശത്ത് അധികാരമെടുക്കാൻ ഒരു നാമമുണ്ടെന്ന് ഇന്ന് രാത്രി പരസ്യമായി പ്രഖ്യാപിക്കാൻ എനിക്കുള്ള നിയോഗത്താൽ ഞാൻ വിളിച്ചു പറയുന്നു. കാരണം യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ പിശാചിനെ മരണത്തിൻ്റെ അധികാരി എന്ന സ്ഥാനത്ത് നിന്ന് നീക്കി അതിൻ്റെ മേൽ ജയമെടുത്തു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്നും പിശാച് നടുങ്ങുന്ന ഒറ്റ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. ജീസസ്. ഒരു വാക്കൂടെ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ നിർത്തും. യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയണം. അവിടുന്ന് ദൈവമാണ്. ആ ദൈവം എന്ന അർത്ഥത്തിൽ അവിടുത്തെ കർത്താവെന്ന് ഏറ്റു പറയണം. അങ്ങനെയാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം. അവിടുന്ന് ദൈവമാണെന്ന്, മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് മനുഷ്യൻ വിശ്വസിക്കണം. മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ വേറൊരു വഴിയില്ല. തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവിൻ്റെ അടുക്കൽ വന്ന്, യേശുവിൻ്റെ അടുക്കൽ വന്നെന്ന് പറഞ്ഞാൽ യേശു ഇന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നതല്ല എൻ്റെ അർത്ഥം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സത്യമായി ദൈവത്തെ ആരാധിക്കുന്നിടത്തുണ്ട്. അവിടുത്തെ അടുക്കൽ നിങ്ങൾക്ക് സ്വകാര്യമായി പറയാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരാൻ തയ്യാറുള്ളവനാണ് അവിടുന്ന്. ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ അങ്ങ് ദൈവമാണെന്ന് ഏറ്റുപറയുകയും അവിടുത്തെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നമ്മൾ പറയുന്നു ദൈവമാണെന്ന് പറയണം. മാത്രമല്ല അത് വായ് കൊണ്ട് ഏറ്റുപറയണം. എങ്കിലും മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, അങ്ങനെ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല,
പൊതുവേ ക്രിസ്ത്യാനി യേശുവിനെ കർത്താവേ എന്ന് വിളിക്കും. അവർ സാധാരണ ഉപയോഗിക്കുന്ന വാക്കതാണ്, കർത്താവേ എന്ന് വിളിക്കും. അങ്ങനെ കർത്താവ് എന്ന് വിളിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടില്ല എന്ന്. പിന്നെന്താണ് പറയുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പറയാനുള്ള സന്ദേശം വേഗം ചുരുക്കമായി പറയും. ഈവൻ യേശുവിനെ കേവലം രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം പോരാ. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കണമെന്ന കാര്യം അറിയാൻ മേലാത്തവരാണ്. ക്രിസ്തീയ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളാൽ അവർ ക്രിസ്ത്യാനിയായി തീർന്നുവെന്നും അത് നിമിത്തം അവർ സഭയുടെ ഭാഗമാകുന്നുവെന്നും അവർ ദൈവരാജ്യത്തിൽ പോകും എന്ന ധാരണയുമാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കുമുള്ളത്. അങ്ങനെയാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. യേശു വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിനാൽ ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകെയുള്ളൂ. അല്ല ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന യഹൂദ ജനത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ് വിളിച്ചു പറഞ്ഞത്, പ്രവൃത്തി പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ക്രിസ്ത്യാനി പറയും, ഞങ്ങൾ നേരത്തെ സ്നാനപ്പെട്ടതാണ് എന്ന് പറയും. പക്ഷേ യേശു പറഞ്ഞ വാക്കനുസരിച്ചാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? യേശു പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നു, പുതുതായി ജനിക്കണം. മർക്കോസ് 16-ാം അധ്യായം 14-15 വാക്യം പറഞ്ഞ 15-ാം വാക്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പത്രോസ് പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മാനസാന്തരപ്പെട്ട ശേഷമാണോ ആ സ്നാനമേറ്റത്? അല്ലെങ്കിൽ അത് വേദപുസ്തക പ്രകാരം സ്നാനമല്ല, നിങ്ങളുടെ മതത്തിൻ്റെ ഒരു ചടങ്ങാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം. യേശുവിനെ കർത്താവായി സ്വന്തമായി അംഗീകരിക്കണം. ഇത് പള്ളിയിലെ പ്രമാണത്തിൻ്റെ ചൊല്ലല്ല. അന്തരംഗത്തിൽ യേശു വന്ന് താമസിക്കത്തക്കവണ്ണം ഇതിനകത്ത് യേശുവിനെ വിളിച്ച് ഇതിനകത്ത് താമസിപ്പിക്കണം. അത് ചെയ്ത നിങ്ങൾ, സ്നാനമേറ്റ നിങ്ങൾ, അതുകൊണ്ട് അവസാനിച്ചു എന്ന് ധരിക്കരുത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഭരിക്കാൻ യേശുവിനെ വിളിച്ച് ഇതിനകത്ത് താമസിപ്പിക്കണം. ഇതിനെ ഭരിക്കേണ്ടത് ദൈവമാണ്, യേശുവാണ്. ഇതിനകത്ത് താമസിച്ചുകൊണ്ട് ഭരിക്കണം. അങ്ങ് മേലോകത്തിലിരുന്ന് ലോകത്തെ ഭരിക്കുന്ന ഒരു ദൈവമല്ല. അതെ, ദൈവം മേലോകത്തിരുന്ന് ലോകത്തെ ഭരിക്കുന്നു. അതുകൊണ്ട് പോരാ, വ്യക്തിപരമായി ഈ ദൈവം അവനവൻ്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ വന്നിറങ്ങി ഇതിനകത്ത് താമസിച്ചുകൊണ്ട് അനുനിമിഷം ഇതിനെ ഭരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളുമല്ല നിങ്ങളെ നടത്തേണ്ടത്. അതിനനുസരിച്ചല്ല നാം ജീവിക്കേണ്ടത്. ജഡത്തിന്, ശരീരത്തിന് അതിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ട്. അതെല്ലാം ഇപ്പോഴും നല്ലതല്ല. എന്നാൽ അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ദൈവം ഭരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദൈവം ഭരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന പ്രമാണം ഈ പുസ്തകമാണ്. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്.
സകലർക്കുമുള്ള ദൈവത്തിൻ്റെ നിയമമാണ്. ഇതിനകത്ത് കൽപ്പിച്ചതുപോലെ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിൻ്റെ നിയമങ്ങൾ അത്ര ലളിതമല്ല. എന്നുവെച്ചാൽ വലിയ കട്ടിയാണെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പാലിക്കുക എന്നുള്ളത് ഈ ശരീരത്തിന് അത്ര ചേരില്ല. നമ്മുടെ ഈ ശരീരം ഭൂമിയിൽ നിന്നെടുത്തതല്ലേ. ഇതിൻ്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഭൂമിയോടാണ്. ഭൂമിയിലെ കാര്യങ്ങളാണ് ഇതിനിഷ്ടം. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭൂമിയിലെ കാര്യങ്ങളെല്ലാം മേലോകത്തിലെ കാര്യങ്ങളാണ്. ആ മേലോകത്തിന് ചേരുന്നൊരു ശരീരമല്ലിത്. എന്നാൽ ഈ ശരീരത്തിനകത്ത് ഈ വചനമനുസരിക്കുവാനുള്ള മേലോക ശക്തി ഇറങ്ങി വന്ന്, ഒന്നുകൂടെ പറഞ്ഞ്, മേലോക ശക്തി ഇറങ്ങി വന്ന്. ആ മേലോക ശക്തിക്ക് പറയുന്ന പേരാണ് പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവാത്മാവുണ്ടെന്ന് എല്ലാ ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നു. പക്ഷെ അത് പോരാ. ആ ആത്മാവ് ഇതിനകത്ത് താമസിക്കാൻ ഇറങ്ങി വരണം. അതൊരു പ്രത്യേക സംഭവമായി സംഭവിക്കും. അതിന് പറയുന്ന പേരാണ് പരിശുദ്ധാത്മസ്നാനം. ഈ സ്നാനത്തിൽ നിറഞ്ഞാൽ മാത്രം പോരാ, ആത്മാവ് നടത്താൻ സമ്മതിക്കണം. ഒന്നുകൂടെ പറയുന്നു, ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാൻ ലഭിക്കുന്ന ദൈവശക്തി കിട്ടി ഈ പുസ്തകപ്രകാരം ജീവിക്കുന്നവരാണ് വാസ്തവത്തിൽ നിത്യജീവന്റെ അവകാശി. ഈ രാത്രി ചോദിക്കാൻ എനിക്ക് നിയോഗം, നമ്മളെ ആരാണ് ഭരിക്കുന്നത്? എൻ്റെ ഇഷ്ടമാണ്, ഞാനിങ്ങനെ ജീവിക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ലേ നിങ്ങളെ ഭരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളല്ലല്ലോ. നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് നിങ്ങളല്ലല്ലോ. നിങ്ങളുടെ മരണത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. നിങ്ങളെ ഉണ്ടാക്കിയത് വേറൊരുവൻ, നിങ്ങൾക്ക് ജീവൻ തരുന്ന വേറൊരുവൻ, ആരോഗ്യം തരുന്ന വേറൊരുവൻ, ജീവശ്വാസം നൽകുന്ന വേറൊരുവൻ. അങ്ങനെയൊക്കില്ല അവിടുന്ന് അല്ലേ ഭരിക്കേണ്ടത്? അവിടുത്തെ കല്ലേ അതിനുള്ള ആധിപത്യം. അതിന് സമ്മതിച്ചു കൊടുക്കാതെ നിങ്ങൾ തന്നെ ഭരിച്ചാൽ നിങ്ങൾ അവരെ അവിടുത്തെ കർത്താവ് എന്ന് വിളിക്കുന്നതിന് എന്തർത്ഥം? അല്ല, നിങ്ങളെ വേറെ ചിലതിന് പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ട് അവരുടെ ഇഷ്ടം നിങ്ങൾ നിവർത്തിക്കുന്നെങ്കിൽ അവിടെയും നിങ്ങൾ ദൈവ ഇഷ്ടമല്ലല്ലോ ചെയ്യുന്നത്. അതിനും ഉപരി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിന്മയുടെ ഒരു ശക്തി, ആ ആൾ ഇതിനകത്ത് വ്യാപരിച്ച് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ചെയ്ത് പിശാചിൻ്റെ ഇഷ്ടം ചെയ്താൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ പിശാചിൻ്റെ മക്കളെന്ന് വിളിക്കും. കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ അങ്ങനെയാണ് വേദപുസ്തകം വിളിക്കുന്നത്. അവനെക്കായിട്ട് ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി തീരാൻ അവകാശം കിട്ടിയിരിക്കുന്നു. അവർ മനുഷ്യനിൽ നിന്ന് ജനിച്ചതല്ല, രക്തത്തിൽ നിന്ന് ജനിച്ചതല്ല, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല, ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടം ജനം. ആ ക്രിസ്തു അകത്ത് വന്ന് താമസിച്ച്, പരിശുദ്ധാത്മാവ് അകത്ത് താമസിച്ച് കർത്താവേ എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ഭരണത്തിന് വിധേയപ്പെട്ടു കൊടുത്തുവോ? അതാണ് വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന സത്യജീവിതം. ഞാൻ നിർത്തുന്നു, പക്ഷെ ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ കർത്താവ്? സത്യസന്ധമായി തന്നോട് തന്നെ ഉത്തരം പറയാമോ? എന്നോട് പറയണ്ട, തന്നോട് തന്നെ ഉത്തരം പറയൂ. ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പറയാമോ? ജീവിതത്തെ ശരിക്കും പരിശോധിച്ച് വിലയിരുത്തി പറയാമോ? യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എന്നെ ഭരിക്കുന്നത്, എൻ്റെ ചിന്തകളെ ഭരിക്കുന്നത് യേശുവാണ്, എൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത് യേശുവാണ്, എൻ്റെ നടപടികളെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുന്നു എന്ന് ഉറപ്പുണ്ടോ? ആ നിങ്ങൾക്കാണ് യേശു കർത്താവ്. അല്ലെങ്കിൽ അത് കേവലം നിങ്ങൾ വിളിക്കുന്നൊരു നാമമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണ്, യേശു ദൈവമാണ്, യേശു ഈ ദേശത്തിൻ്റെ ദൈവമാണ്, യേശു ആലപ്പുഴ ജില്ലയുടെ കർത്താവാണ്, യേശു കൊല്ലം ജില്ലയുടെ കർത്താവാണ്, യേശു കേരളത്തിൻ്റെ കർത്താവാണ്, യേശു ഭാരത രാജ്യത്തിൻ്റെ കർത്താവാണ്. ഭാരത രാജ്യത്തെ ഉണ്ടാക്കിയത് യേശുവാണ്.
ഇതിലെ സകല നിവാസികളുടെയും സൃഷ്ടികർത്താവ് യേശുവാണ്. ഇതിലെ സകല മനുഷ്യരെയും രക്ഷകൻ കർത്താവ് യേശുവാണ്. ഈ മനുഷ്യരെ മുഴുവൻ ന്യായം വിധിക്കാൻ വീണ്ടും വരുന്നവൻ യേശുവാണ്. കുമ്പിടുവീൻ, വണങ്ങുവീൻ, നമസ്കരിക്കുവിൻ. ആരും ബഹുമാനിക്കാൻ പറ്റിയ നാമം, ബഹുമാനിക്കേണ്ട നാമം. ഇന്നല്ലെങ്കിൽ നാളെ, ഒന്നുകൂടെ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ മുഴങ്കാലും അവിടുത്തെ മുമ്പാകെ മടങ്ങും. അതാണ് ഈ പുസ്തകം പറഞ്ഞത്. ഫിലിപ്പിയർ 2-ാം അധ്യായം. എല്ലാ മുഴങ്കാലും അവിടുത്തെ മുമ്പാകെ മടങ്ങും, എല്ലാ നാവും ഏറ്റു പറയും യേശു കർത്താവ്. ആമേൻ. ദൈവം നമ്മുടെ കർത്താവാണെങ്കിൽ, ഭരണാധികാരിയാണെങ്കിൽ, കൂടുണ്ടെങ്കിൽ, അകത്തുണ്ടെങ്കിൽ ജീവിതം സൗകര്യമായില്ലേ? തന്നെത്താൻ കിടന്ന് തുഴയണോ? വിഷമം വരുമ്പോൾ കിടന്ന് നിലത്ത് കിടന്ന് ഉരുളണോ? നെഞ്ചത്തടിക്കണോ? എൻ്റെ കർത്താവ് ജീവിക്കുന്നു. മരിച്ച ഒരുവനെയല്ല ഞാൻ സേവിക്കുന്നത്, നിത്യനായ ഒരുവനെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ, ഇന്നും സ്വർഗത്തിൽ വാഴുന്നവനെ അല്ല, എൻ്റെ ഉള്ളിൽ വന്ന് താമസിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന, എൻ്റെ ശരീരത്തെ നിറച്ചിരിക്കുന്ന ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള ബലം അതിനകത്തില്ലേ? ജീസസ്. രാത്രി ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? യേശു എൻ്റെ കർത്താവ്. പറയാൻ പറ്റുമോ? യേശു എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഭരണം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഭാവി യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മക്കളെ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശത്തോടൊന്നുകൂടെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു കർത്താവാണെന്നറിയോ? യേശു ക്രിസ്തു ദൈവമാണെന്നറിയോ? ഈ ദേശത്തെ മുഴുവൻ മനുഷ്യരുടെയും ആധിപത്യം കർത്താവായ യേശു ക്രിസ്തുവിനാണ് എന്ന് തിരിച്ചറിയോ? അതിന് വിധേയപ്പെട്ട് പാപം വിട്ടുതിരിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കൂ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ ഒരല്പനേരം? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയുന്നു, അവിടുന്ന് വാഴുന്നു. യേശു വാഴുന്നു. സ്വർഗത്തിൽ യേശു വാഴുന്നു. ഭൂമിയിൽ യേശു വാഴുന്നു. എല്ലാം മനുഷ്യന്റെ കയ്യിൽ ഇരിക്കുന്നുവെന്ന് തോന്നിയാലും ഇതെല്ലാം മനുഷ്യന്റെ കയ്യിൽ നിൽക്കില്ല. ഇതിന് മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരുത്തനുണ്ട്. കാലാകാലങ്ങളിൽ വെളിപ്പെട്ടു വരും. ഈ രാജ്യത്തും വെളിപ്പെട്ടു വരും. യേശു സത്യദൈവമെന്ന് ഇന്ത്യ രാജ്യം അറിയും. ദൈവത്തിന്റെ വെളിപ്പാട് ഈ രാജ്യത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ ഏറ്റുപറയുന്ന വലിയ ഒരു കൂട്ടം ജനമുണ്ട്. ജീസസ്. ഭരണം യേശുവിന് വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുമോ? അത് ജീവിതത്തിന്റെ ശാസ്ത്രത്തെ മൊത്തം വ്യത്യാസപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശൗലിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ജീവിതം മാത്രമല്ല, അവൻ്റെ ശാസ്ത്രം മാറ്റിമറിച്ചു. അവൻ്റെ വേദശാസ്ത്രം മാറ്റിത്തിരിച്ചു. ജീവിത രീതി മൊത്തം മാറ്റിമറിച്ചു. ത്യാഗത്തിൻ്റെ, ക്രിസ്തുവിനെ പിൻപറ്റാനുള്ള വഴിയിലേക്ക് തിരിച്ചു. രൂപാന്തരത്തിൻ്റെ ഒരു ജീവിതത്തിന് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിർത്തുന്നു. ഒരു വാക്കൂടെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് രാത്രി ഉള്ളു തുറന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതം, എൻ്റെ ഭരണം ഞാൻ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതെല്ലാം ഏൽപ്പിക്കണം. അല്ലാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വല്പകാര്യം മാത്രം ഏൽപ്പിക്കുന്നതല്ലത്. സകലവും, ജീവനും ശരീരവും, നിങ്ങളുടെ ആത്മാവും, നിങ്ങളുടെ സമ്പത്തും, നിങ്ങളുടെ മക്കളും എല്ലാം 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 ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി ഈ വചനത്താൽ നിങ്ങളോട് അറിയിക്കാനാണ് എനിക്ക് നിയോഗം.
നാട്ടിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരെ തിരിച്ചറിയൂ, ഈ നാമം ശക്തിയുള്ള നാമമാണ്. തിന്മയുടെ ആത്മാവ് ദോഷം ചെയ്ത് നാശം വിതച്ച് നിങ്ങളുടെ കുടുംബത്തെ മുടിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഈ നാമത്തിൽ വിശ്വസിച്ച് അടുത്തു വരുമോ? ഇവിടെ അടുത്ത് ദൈവത്തിൻ്റെ സഭയുണ്ട്. പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ പരിസരങ്ങളിലുള്ള ദൈവദാസന്മാരാണ് ഇവരൊക്കെ. ആത്മാധികാരത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയമിച്ച മനുഷ്യരുണ്ട്. ആ തിന്മയുടെ ശക്തികളെ നിൽക്കവളെ എന്ന് പറയാൻ അധികാരമുള്ള ആളുകളുണ്ട്. ഓ അധിക മനഃശാന്തരേ, പല ആത്മഹത്യകൾ ആവർത്തിക്കപ്പെട്ട കുടുംബത്തിൽ അതിന്റെ ശക്തി ഇന്ന് രാത്രി നിർത്തി. ഇനി ഒരു തുടർ വാഴ്ച അത് ചെയ്യാതെ അതിനെ നിർത്തലാക്കാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? മന്ത്രവാദം കൊണ്ട് മുടിഞ്ഞ് ക്ഷയിച്ച കുടുംബമേ, അതിൻ്റെ പുറകെ ഇനിയും കാശ് കളഞ്ഞ് നടക്കാതെ വിടുവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ മോചനം പ്രാപിക്കാൻ മനസ്സുണ്ടോ? അതിന് ഒരു ദിവസം മതി, ഒരു ദിവസം മതി. യേശു കർത്താവാണ്. കണ്ണുടയ്ക്കുമോ? യേശു കർത്താവാണ്. യേശു കർത്താവാണ്. യേശു കർത്താവാണ്. അവിടുന്ന് വാഴുന്നു, അവിടുന്ന് വാഴുന്നു, അവിടുന്ന് വാഴുന്നു. രാത്രി നിൽക്കുന്ന നിങ്ങൾ, അല്ല പരിസരങ്ങളിൽ വചനം കേൾക്കുന്നവർ, ഉള്ളം തുറന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതം മൊത്തം ഭരിക്കാൻ യേശുക്രിസ്തുവിനെ വിട്ടിരിക്കുന്നു. എല്ലാ വഴികളെയും യേശുക്രിസ്തുവിനെ വിട്ടിരിക്കുന്നു. ഓ രബശതനസ്യ, യേശു വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ജീവിതത്തിൻ്റെ വല്ലാത്ത ശോധനയുടെ വേളയിലും നടക്കട്ടെ. എത്ര പേരാണ് ഇന്ന് രാത്രി അന്തരംഗത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, യേശുവേ അങ്ങ് വന്ന് വാഴണമേ, അങ്ങനിൽ ഭരണം നടത്തണമേ, ജീവിതം മൊത്തം അങ്ങേൽപ്പിക്കുന്നു എന്നേറ്റു പറയുവാൻ ഇന്ന് രാത്രി ആത്മാവിൻ്റെ അനുഭവമുള്ളവർ നിങ്ങൾ എത്ര പേരുണ്ട്? അല്ല, അതിനായി സമർപ്പിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹൃദയം തുറന്ന് യേശു എന്നെ ഭരിക്കുന്നു എന്ന് പറയുവാൻ ജീവിതാനുഭവമുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കൂ. He reigns. He reigns. റോമാശ്യം തുറുബോഹസ്യ. കമൺ, അല്പസമയം ദൈവത്തോട് പറയൂ, കർത്താവേ എന്നിൽ വാഴണമേ. അങ്ങൻ്റെ കർത്താവാണ്. പറഞ്ഞോളൂ, അത് പറയാൻ കൊള്ളാവുന്നൊരു വാക്കാണ്. യേശുവേ അങ്ങൻ്റെ കർത്താവാണ്. അതരം തുറക്കൂ, വായി തുറക്കൂ. Come on, shout it. ഉച്ചത്തിൽ വിളിച്ചു പറയൂ, യേശുവേ അങ്ങൻ്റെ കർത്താവാണ്. അങ്ങ് ദൈവമാണ്, അങ്ങ് ഭരണകർത്താവാണ്, അങ്ങ് എല്ലാത്തിൻ്റെ മേലും ഭരണകർത്താവാണ്. ഈ അന്തരീക്ഷത്തിന്റെ മേൽ ഭരണകർത്താവാണ്, പാതാള ലോകത്തിന്റെ മേൽ ഭരണകർത്താവാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന നാമമാണ് അങ്ങയുടെ നാമം. Come Holy Spirit. Come Holy Spirit. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ ശക്തിയുടെ പ്രത്യക്ഷത ഇത് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ അയക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഈ ദേശത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. തിന്മ തകർത്ത, പാപം തകർത്ത, പിശാച് തകർത്ത, ഭൂതാത്മാക്കൾ തകർത്ത, മന്ത്രവാദ ശക്തികൾ കേടുവരുത്തിയ ആ കുടുംബങ്ങളിൽ ഇന്ന് രാത്രി അങ്ങയുടെ കർത്തൃത്വം അംഗീകരിക്കുന്നിടത്ത് ഈ രാത്രി തന്നെ മോചനം ഉണ്ടാകട്ടെ, ഈ രാത്രി തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഈ ആകാശ മണ്ഡലത്തിൽ ദൈവശക്തിയുടെ ഒരു പ്രത്യക്ഷത ഉണ്ടാകട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ ഒരു പകർച്ച ഈ ഓലകത്ത് ദേശം മുഴുവനും ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ.
ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അതിന്റെ ശക്തിയുടെ പ്രത്യക്ഷത ഇന്ന് രാത്രി പല കുടുംബങ്ങളിലും വരട്ടെ. വിശ്വസിക്കുന്ന കുടുംബത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കും. വരുന്ന ദുഷ്ടശക്തികൾ, വാദവുമായി വരുന്ന ശക്തികൾ ഇനി മേലിൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ വണ്ണം, അവകാശവാദം പറഞ്ഞു വരുന്ന ചില ആത്മാക്കൾ ചില പേരുകളിൽ വരുന്നു, ചില രൂപങ്ങളിൽ വരുന്നു, ചില സർപ്പമായി വരുന്നു. അത് കേടുവരുത്തുന്നത് ഇന്ന് രാത്രി നിർത്തലാക്കാൻ ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ വ്യാപാരം വിശ്വസിക്കുന്നിടത്ത് ഇന്ന് രാത്രി സംഭവിക്കുന്നത് കൊണ്ട് സ്തോത്രം. മേരതി ഖമറബശന്തുറുകുട്ടി രഖേ ലോറിബി ശഖാനമാരി അദബലഹത്തം പ്രമൗഷന്തരേ അസ്കേ മരത്വരബൗഷേ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അധികാരവും നിയോഗമുള്ളവർ 2 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിക്കൂ. ഈ മണ്ഡലത്തെ ശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഈ പരിസരത്ത് സംഭവിക്കട്ടെ. ഈ ആകാശ മണ്ഡലത്തിൽ അതിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ.